ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം ലേറ്റ് ആയിപ്പോയി ഗായ്സ്. 12:45 എണീറ്റ് വരുന്ന സമയം. കഴിക്കാനുണ്ടാക്കി പുട്ടുണ്ടാക്കി വെച്ച് വന്നതാണ്. ഐഡുമോള് ബാലുശ്ശേരിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ എനിക്ക് ടൗണിലോട്ട് വരൂ, അതിന് മുന്നേ ടൗണിൽ പോകണം. പിന്നെ മുപ്പത്തിനോട് ഞാൻ റെഡി ആവാൻ പോകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കുന്നത്. ഞാൻ എപ്പോൾ ടൗണിലെത്തും? ഞാൻ പുട്ട് ഉണ്ടാക്കിയിട്ട് ഈ തക്കാളി ഉള്ളിയൊക്കെ വഴിച്ചിട്ട് ഫുള്ള് ഇങ്ങനെ നമ്മൾ മിക്സൊക്കെ ചെയ്തെടുക്കില്ല, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് കുഴക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ കഴിക്കാനും. ചൂടത്രേ അടിപൊളി. 2 days പനിയായിരുന്നു. ഇന്നലെയാണ് ഞാൻ മരുന്ന് കഴിച്ചത്. ഇപ്പം ഓക്കെയാണ്. ഞാൻ 2 ദിവസം മരുന്നൊന്നും കഴിച്ചില്ല. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അത് കൂടിപ്പോയി, പനിയായി. ഐ എം നോട്ട് ഓക്കെ. എൻ്റെ സൗണ്ട് പോയി, ചെവി കടഞ്ഞ അവസ്ഥയാണ്. ഗൈസ്, ഞാൻ റെഡിയായി. ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ബാഗ് ഒന്ന് മാറ്റണം. ഈ ബാഗിലുള്ളതൊക്കെ എടുത്ത് അതിലേക്ക് വെക്കാം. കുട, സ്റ്റാൻഡ്, ഒരു സാധനം വാങ്ങണ്ട്. എന്താ അറിയില്ല, ദേഷ്യം വരും എനിക്ക്. ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി വെക്കണം. ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ വെളുത്തുണ്ടാവില്ലേ, വെയില്, അതിനെക്കൊണ്ട് കണ്ണാണല്ലോ ആരാ വിളിച്ചത്. ഒരു ദിവസം റോട്ടിൽ നിന്ന് പാട്ട് വരെ പ്ലേ ആയിപ്പോയി. അത് ഓഫാക്കാനാണെങ്കിൽ എവിടെയാ സംഭവം എന്ന് അറിയണ്ടേ, എന്താ ചെയ്യാ. അത് ഞാൻ ഒറ്റയ്ക്ക്. അതാര്? ഹലോ ഹലോ. ഓക്കെ ചേച്ചി, എന്നാല് ഇനിയിപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച അല്ലേ കാണാം? ഓക്കെ ഓക്കെ ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫാന്, ലൈറ്റ്, കാസ്ലി, വിൻഡോ. ഓക്കെ, അതാ എൻ്റെ സ്റ്റാൻഡ് ഞാൻ ഉള്ളിൽ വെച്ചില്ല. എത്താനായി, ക്ലാസ് ഉണ്ടാവില്ല. അതാ പിന്നെ ആലോചിക്കാം. നിങ്ങളെന്താ ഇവിടെ? എന്റെ മൂക്കിനും മോന്തക്കൊക്കെ എന്താ മേക്കപ്പ് ഇട്ടില്ലേ? ഇതാരും ഉടുപ്പ് വാങ്ങി തന്നത്? പൊള്ളില്ലേ? ആ ഗൈസ്, ഒന്നും ഉണ്ടാക്കോ? ഗൈസ്, ടക്കുടുവാ വന്നിട്ടുണ്ട്. എത്ര ദിവസമായിട്ടാ കണ്ടിട്ട്. എനിക്ക് പനിയായിട്ട് കാണാൻ വന്നോ? എന്റെ മോന്തത്ത് എങ്ങനെ? പിന്നെ പനിയായിട്ട് കാണാൻ വന്നോ ടക്കുടുവാവേ? 2 എണ്ണം പരിസരത്ത് വന്നില്ല. അതാ എന്നാ ശരി. ചായ എത്തിയില്ലേടോ ഗൈസ്? അയ്യോ, ഞാൻ വാങ്ങിച്ചു. എങ്ങോട്ട് പോണത്? എന്റെ വീട്ടിൽ പോയി ഞാൻ പിന്നെ ഇറങ്ങണ്ടേ? എനിക്ക് ഈവനിങ് ഗൈസ്, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു, വരുമ്പോൾ കണ്ടില്ലേ ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും പായിപ്പിക്കാന്ന് വെച്ചിരിക്കുമ്പോൾ ആ ചേച്ചി, സ്നേഹമുള്ള ചേച്ചി, ഒന്ന് ചായ ഉണ്ടാക്കണേ. ചായ എനിക്ക് വേണ്ട. അതാണ് പാൽപ്പൊടിയും ചായപ്പൊടിയും. ചായ വേണ്ട. വേണ്ട ഗൈസ്. അപ്പം ഞാൻ വീട്ടിൽ വന്നാ പറഞ്ഞില്ലേ, പോയിട്ട് ഫുഡ് അടിക്കാനുള്ളതാണ് ഗൈസ്. സുനൂസ് ബർത്ത്ഡേ ടുഡേ. സോ എൻ്റെ ടക്കുടുവാവ, ഇതെന്ത് സാധനം? ഇതെന്താ? അതെ, വാച്ച് വാങ്ങിയതാണ് ടക്കുടുവിന്. ഗൈസ്, മയിൽപ്പീലി. ഇത് പറയുന്നത്
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയിൽപ്പീലി. ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ, ഈ മയിൽപ്പീലിൻ്റെ പിന്നിലൊരു ഒരു കഥയുണ്ട്. ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണിത്. ഞാൻ ഇവിടെ ഒരു ലവ് സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോഴോ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മയിൽപ്പീലി വാങ്ങിച്ചത്. രണ്ടാമത് ഞാനൊരു ചെടി വാങ്ങിയിട്ടുണ്ടായി. യെസ്, അതിൻ്റെ ഇടയിൽ കൂടി ഐഡുവിൻ്റെ ഷോള് വേറെ. ഓക്കെ, റോസ് വാങ്ങിച്ച്. റോസ്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ജനലിനോട് ചോദിക്കും. അടുക്കളയിലേക്ക് കയറിയ സമയത്ത് ഈ പാത്രം കഴിക്കില്ല. എന്തേനാ കാരണം? റീസൺ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ. എന്താ റീസൺ? അതൊരു കാര്യമാണ്, എനിക്ക് പറയാൻ പറ്റില്ല. അതിന് പുറത്താണ്. ഇന്ന് എനിക്കിട്ട് കുളിച്ച് തെറിയത്. ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. മോളെ പൊട്ടടിപ്പിച്ചില്ല, അതാക്കിയില്ല ഇത്. അപ്പം ഞാനിങ്ങനെ ബസ് കയറി തെരഞ്ഞു ഓടി വരുന്ന തിരക്കും വെറുതെ കുത്തിരിക്കുന്ന ഇവളും തമ്മിലുള്ള വ്യത്യാസം കണ്ടിരുന്നു. ഞാൻ വെറുതെ കുത്തിരുന്നു ഞാൻ പറഞ്ഞു. പോടോ, അത്ര തേച്ചേക്കാൻ പോലും പറ്റില്ല. ഇത് ഇപ്പം ഞാൻ കഴുകിട്ട് വൃത്തിയാക്കിട്ട് പോരാ കേട്ടോ. ഇരിക്കട്ടെ. അറിയോ ചായ ഉണ്ടാക്കാൻ ഞാൻ തന്നെ ചായ ഉണ്ടോ? എനിക്കില്ല. ചായ ഉണ്ടാക്കി കുടിക്കേണ്ട ഗതികേട് നമ്മളൊരാൾ ഉണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടത്? അല്ലേ വേണ്ട? അങ്ങനത്തെ ഒരു ഫോർമാലിറ്റീസ് വീട്ടിൽ മാത്രമല്ല. വെള്ളം ഉണ്ടാക്കി ഞാൻ തന്നെ പാലൊഴിച്ച്, ഞാൻ തന്നെ ചായ പോയിട്ട്, ഞാൻ തന്നെ പഞ്ചസാര ഇട്ട്. അല്ല, എനിക്ക് ഇത്തിരി ചായ ഉണ്ടോ? ഇത്തിരി എടുത്തുണ്ടോ? അത് ചേച്ചി കുടിക്കുമ്പോൾ ഒരാൾ കുടിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല നമുക്ക്. അതാണ്. ഈ ചട്ടി വാങ്ങാൻ അവിടെ ചട്ടി ഇല്ല ഗൈസ്. ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഓട്ടോ വന്നപ്പോൾ അതിൽ കയറി ഇതൊക്കെ പേറിയിട്ട് ഇങ്ങോട്ട് വരാൻ വയ്യ. അതുകൊണ്ട് വേഗം ഓട്ടോ കയറി ഇങ്ങോട്ട് പോന്നു. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നോട് പറഞ്ഞതാണ് ചായ എനിക്ക് വേണ്ട, എനിക്ക് വെള്ളം മതി. ഞാൻ മന്തി അടിക്കാൻ പോവുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ കുടിക്കുമ്പോൾ ആർത്തി പോകുന്നുണ്ട്. എന്നോട് ചോദിക്കുക ചായ. 4 പണ്ടാരത്തിന് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചാൽ കൊടുക്കാന്ന് വെച്ചിട്ട്. അത് ഒരാള് കൊടുത്തതാ പറഞ്ഞു തരും. തക്കുവിനൊക്കെ ഇവിടുന്ന് ഓടിപ്പിച്ചാണ് വരുന്നത് 2 ഗ്ലാസ് ചായ ആയിട്ട്. കണ്ട ഇങ്ങനെ ചായ ഇരിക്കുന്നു ഗൈസ്. എവിടെ പോയാലും ഇതന്നെ അവസ്ഥ. എവിടെയെങ്കിലും 2 കാല് നീട്ടിയിട്ടിരിക്കാം. ഞാനിവിടെ വെറുതെ അല്ല, ഇവിടെ എന്തോ ഒരു പണിയിലായിരുന്നു ഞാൻ. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊക്കെ വരികയാണ്, ഒരു കോഴിമുട്ട പുഴുങ്ങി വെക്കണം. ആകപ്പാടെ ഒരു കോഴിമുട്ട ഉണ്ടായിട്ടുള്ളൂ. ആ കോഴിമുട്ടൊക്കെ പുഴുങ്ങി വെച്ചപ്പോൾ ഇപ്പോൾ ആരും വേണ്ട. ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്നല്ലാതെ ഇവർക്ക് വേറെ ഒന്നും അറിയില്ല. മുഖം കാണിച്ചെടുക്കും. വെറുപ്പിക്കലായിടുവിൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങളെല്ലാവരുടെ ആശംസകൾ വേണം. കേക്ക്, കേക്ക്, എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടെങ്കിൽ അത്ര ഒന്നും ഇതാക്കണ്ട. കാരണം എന്ന് പറയുന്നത് മറ്റേ എന്താ പറയുക, ആയുർവേദിക് മരുന്നുണ്ട് കഴിച്ച്. ശരീരം ഫുള്ള് നീരാണ് പോലും. മരുന്ന് കൊടുത്തിക്കണം. നിത്യ രോഗിയാക്കി മാറ്റിയാണ്. അതൊക്കെ ഞാൻ വന്നതിൻ്റെ മാറ്റങ്ങളാണ് അതൊക്കെ. ആ കമ്മലും ഒക്കെ. അത് അമ്മൻ്റെ അല്ലേ? മാക്കു ഹലോ, ആരാ? ഇന്നിവിടെ എന്തെങ്കിലും തീരുമാനമാവും. ആര് വാങ്ങിക്കൊടുത്തത് മൈക്ക്? അയ്യോ, ആൾക്കാരൊന്നും വിചാരിക്കരുത്, ദേഷ്യം കൊണ്ട് പലതും ചെയ്യുന്നു. അതെ നാഗവല്ലിയ, ഒരു കുഞ്ഞു നാഗവല്ലി. കരിയോ? മൈക്ക് വേണോ? മൈക്ക് വേണോ? ഉണ്ടല്ലോ, നല്ല കിട്ടും. ഓ നോ 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 നോ. സോറി, ആൾക്കാരൊന്നും വിചാരിക്കരുത് ഇവിടെ തല്ലി. നമ്മൾ സെറ്റായോ? ഒരു ഉമ്മരോ? വേണ്ട ഇനി ശിന്തിരി കുട്ടിയാറ്റത് നിങ്ങൾ പോവുകയാണ്. അടിയായിട്ട് ഒരു മിനിറ്റുകളായില്ല. ബർത്ത്ഡേ സെലിബ്രേഷൻ
ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്കൊരു ലവിങ് സ്റ്റാർ. എന്താടോ വായ പൊളിച്ചിരിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഒരു ഫാമിലി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഹായ്. വേണ്ടട്ടോ മഞ്ഞി, എന്നെ കളിപ്പിക്കേണ്ട. ഒരു ദിവസം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓടണം അങ്ങനെയല്ല, ബീച്ചും ഇതുപോലെ അമ്മയും മക്കളൊക്കെ വന്നിട്ട് കുത്താൻ വന്നതാ. എടാ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോ കുത്താൻ വരും തോന്നും. ഗൈസ് ഇപ്പൊ സമയം എത്രയും? സമയം 6:25. യെസ് 6:25. 6:25 ഞാൻ 6:30ക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എന്നുള്ള ശപഥം എടുത്ത ഒരാളാണ്. എടുക്കാൻ സമ്മതിക്കാത്ത ആളതാ ഞാന്. ഇന്ന് പാവായിട്ടാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി ഉള്ളത് കൊണ്ട് ഇറങ്ങിയത്. അതെ അതെ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ സെറ്റ് ആക്കിയതാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എത്തിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ കൗസർ കുഴിമന്തി റെഡ് കാർ. ചേട്ടാ ഒന്ന് പൊട്ടിച്ചേരാം. പനി ഇങ്ങനെ വന്ന് സംഭവം guys, പനി വന്ന് ഇന്നലെ അങ്ങോട്ട് പോയിട്ടോളൂ. പൊട്ടിച്ചില്ലേ? സോപ്പടിക്കൊക്കെ തീരെ പറഞ്ഞ കേൾക്കണ്ടായിരുന്നു മോളെ. അപ്പോഴാ അയ്യോ എങ്ങനെ ചീത്ത പറയുന്നതാണ്. എനിക്ക് കരിയില്ല. ചോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ പോയിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്. ഇതാ പെരി പെരി ഉണ്ട്. ഞങ്ങളാ കരയണം. ബാബുക്ക് ഇഷ്ടായോ? വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബർത്ത്ഡേ പാർട്ടി ഇപ്പൊ കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഇതേ സമയം, അടുത്ത മറ്റന്നാള് നോക്കാം അതൊക്കെ ഉണ്ടാവും. എവിടെ പോവാനാ? അപ്പൊ നമ്മള് വീട്ടിലോട്ട് പോവാണ്. യെസ്, ഗുഡ് ബൈ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ബൈ.